സ്റ്റുഡൻസ്, വെൽക്കം ടു അക്കൗണ്ടൻസി ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് പഠിച്ചല്ലോ. രണ്ട് മെത്തേഡ് പഠിച്ചു: ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇന്ന് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സമീർ, യാസ്മിൻ രണ്ട് പാർട്ട്നേഴ്സാണ്. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. ക്യാപിറ്റൽ സമീർ 15 lakh, യാസ്മിൻ 10 lakh. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ഒക്ടോബർ 1-നാണ്, 2014 ഒക്ടോബർ 1-നാണ്. സമീർ 3 lakh, യാസ്മിൻ 2 lakh. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% ആണ്. ഡ്രോയിങ്സ് 30,000, 20,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,800, 1,200. സാലറി സമീറിന് മാത്രമേ ഉള്ളൂ, 20,000. കമ്മീഷൻ 10,000, 7,000. ഷെയർ ഓഫ് ലോസ് 60,000, 40,000. ആദ്യം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമ്മൾക്കറിയാം, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ഓരോ പാർട്ട്നേഴ്സിനും 2 അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാണത്? ക്യാപിറ്റൽ അക്കൗണ്ടും കറൻറ്റ് അക്കൗണ്ടും. ഫസ്റ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് വരയ്ക്കുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്ന് ഹെഡിങ് എഴുതുക. കോളം വരയ്ക്കുക. അക്കൗണ്ട് ടി ഫോർമാറ്റിൽ വരയ്ക്കുക. ഇവിടെ ഒരു വ്യത്യാസമുള്ളത് 2 എമൗണ്ട് കോളം ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരയ്ക്കണം എന്നുള്ളതാണ്. കോളം ഹെഡിങ്സ് ശ്രദ്ധിക്കുക. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട് സമീർ, എമൗണ്ട് യാസ്മിൻ. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട് സമീർ, എമൗണ്ട് യാസ്മിൻ. നമ്മൾക്കറിയാം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. അതേപോലെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എഴുതണം. ക്യാപിറ്റൽ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതണം. ഈ ട്രാൻസാക്ഷൻസ് മാത്രമേ അതിനകത്ത് വരുള്ളൂ. മറ്റൊരു ട്രാൻസാക്ഷൻസും വരില്ല. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, സമീർ, യാസ്മിൻ ഇവരുടെ ക്യാപിറ്റൽ 15 lakh, 10 lakh എന്നിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുക. ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ്, ഓപ്പണിംഗ് ഡേറ്റ് ആണ് 2014 ഏപ്രിൽ 1. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 15 lakh, 10 lakh. സമീറിൻ്റെ എമൗണ്ട് കോളത്തിൽ 15 lakh എന്ന് എഴുതുക. യാസ്മിൻ്റെ എമൗണ്ട് കോളത്തിൽ 10 lakh എന്ന് എഴുതുക. വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് വരാം. അഡീഷണൽ ക്യാപിറ്റൽ ഒക്ടോബർ 1-നാണ് കൊണ്ടുവരുന്നത്. 2014 ഒക്ടോബർ 1-നാണ് കൊണ്ടുവരുന്നത്. 3 lakh, 2 lakh. അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതണം. ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഡേറ്റ് 2014 ഒക്ടോബർ 1. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എന്താണ് ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ നമ്മൾ അതുകൊണ്ട് ബൈ ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതുക. ബ്രാക്കറ്റിൽ അഡീഷണൽ ക്യാപിറ്റൽ എന്ന് എഴുതുക. എന്നിട്ട് എമൗണ്ട്, ഓരോരുത്തരുടെയും എമൗണ്ട് കോളത്തിൽ എഴുതുക. 3 lakh, 2 lakh. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ മറ്റ് ഐറ്റങ്ങളൊന്നും എഴുതാനില്ല. ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ക്യാപിറ്റൽ വിഡ്രോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചതാണ്. യാസ്മിൻ്റെ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളവും ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കോളവും കമ്പയർ ചെയ്യുക. കൂടുതലുള്ളത് 2 സൈഡിലും എഴുതുക. കുറവുള്ള എവിടെയാണോ അവിടെ എഴുതുക. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതുക. 12 lakh ടോട്ടൽ എമൗണ്ട് കിട്ടി. 12 lakh 2 സൈഡിലും എഴുതി.
ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ക്യാരി ഡൗൺ 12 lakh എന്ന് യാസ്മിൻ്റെ എമൗണ്ട് കോളത്തിൽ എഴുതി. ഇനി അതേപോലെ തന്നെ സമീറിൻ്റെ എമൗണ്ട് കോളത്തിൽ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കമ്പയർ ചെയ്യുക. 18 lakh രണ്ട് സൈഡിലും എഴുതുക. ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് നേരത്തെ എഴുതി വെച്ചതുണ്ട്. ടു ബാലൻസ് ക്യാരി ഡൗൺ 18 lakh 12 lakh. ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റിലാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത്. 2015 മാർച്ച് 31 എന്ന് ഡേറ്റ് എഴുതുക. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ആ ബാലൻസ് നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്ത് എഴുതുക. അത് ക്രെഡിറ്റ് സൈഡിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യുക. ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് കോളത്തിൽ എഴുതുക. 2015 April 1 ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 18 lakh 12 lakh എന്ന് എഴുതുക. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്ന ഹെഡിങ് എഴുതുക. ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച പോലെ തന്നെയുള്ള കോളം ഹെഡിങ്സ് എല്ലാം എഴുതുക. വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം സമീറിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. സമീറിന് ക്യാപിറ്റൽ ബാലൻസ് 15 lakh ഉണ്ട്. ആ 15 lakhൻ്റെ ഇൻട്രസ്റ്റും അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന 3 lakhൻ്റെ ഇൻട്രസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അവസാനം അത് കൂട്ടുകയാണ് വേണ്ടത്. 15 lakhൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കാം. 15 lakh ഇൻറ്റു 5/100 ഇസ് ഈക്വൽ ടു 75,000. 15 lakhന് 5% ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ്. 15 lakh ഇൻറ്റു 5/100 75,000 രൂപ. ഇനി അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നതിൻ്റെ ഇൻട്രസ്റ്റും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് ഒക്ടോബർ 1 ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെ എന്ന് പറയുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 3 ലക്ഷത്തിന് 5% വെച്ച് 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 3 lakh ഇൻറ്റു 5/100 ഇൻറ്റു 6/12. അത് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് 7,500 ആണ്. അപ്പോൾ ആദ്യം കണ്ടിട്ടുള്ള 75,000 പ്ലസ് 7,500. സമീറിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടോട്ടൽ എമൗണ്ട് 82,500 ആണ്. ഇനി യാസ്മിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. യാസ്മിന് ക്യാപിറ്റൽ ഓപ്പണിംഗ് ബാലൻസ് 10 lakh ഉണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതുകൂടാതെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് 2 lakh. അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടും കൂടി കൂട്ടി കിട്ടുന്ന എമൗണ്ടാണ് യാസ്മിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, 10 lakhൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം 5% വെച്ചിട്ട് ഒരു വർഷത്തേക്ക്. 10 lakh ഇൻറ്റു 5/100 കണ്ടു കഴിഞ്ഞാൽ 50,000 കിട്ടും. അടുത്തത് 2 lakh അഡീഷണൽ ക്യാപിറ്റൽ 2 lakhൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2 lakhന് 5% വെച്ചിട്ട് 6 മാസത്തേക്ക്. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് ഒക്ടോബർ 1 ഒക്ടോബർ മുതൽ മാർച്ച് 31 വരെ 6 മാസം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2 lakh ഇൻറ്റു 5/100 ഇൻറ്റു 6/12. അത് ചെയ്ത് കഴിഞ്ഞാൽ 5,000 കിട്ടും. യാസ്മിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000-ഉം 5,000-ഉം കൂട്ടുക 55,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഡേറ്റ് എഴുതുക 2015 മാർച്ച് 31 ക്ലോസിംഗ് ഡേറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 82,500 55,000. ഇനി ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും വരാം. അടുത്ത ഐറ്റം ഡ്രോയിങ്സ് ആണ്. ആ അക്കൗണ്ടിങ് പീരീഡിൽ
ആകെ വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ടാണ് 30,000, 20,000 എന്ന് പറയുന്നത്. ഡ്രോയിങ്സ് എൻ്റർ ചെയ്യേണ്ടത് പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ഡേറ്റ് എഴുതുക 2015 March 31 ടു ഡ്രോയിങ്സ് അക്കൗണ്ട് 30,000, 20,000. നെക്സ്റ്റ് ഐറ്റം നോക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,800, 1,200 ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. ഡെബിറ്റ് സൈഡിൽ എഴുതുക സെയിം ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് ആണ് എഴുതേണ്ടത്. ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,800, 1,200. വീണ്ടും ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് ഐറ്റം സാലറിയാണ്. സമീറിന് മാത്രമേ സാലറി ഉള്ളൂ 20,000. അത് കറൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. ക്രെഡിറ്റ് സൈഡിൽ എഴുതുക ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് ആണ് എഴുതേണ്ടത് March 31. പാർട്ട്നേഴ്സ് സാലറി സമീറിൻ്റെ എമൗണ്ട് കോളത്തിൽ 20,000 എന്ന് എഴുതുക. യാസ്മിൻ്റെ എമൗണ്ട് കോളത്തിൽ ഒന്നും എഴുതേണ്ടതില്ല, എമൗണ്ട് ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വര വരയ്ക്കാവുന്നതാണ്. അടുത്തത് കമ്മീഷൻ 10,000, 7,000. അതും ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. ക്ലോസിംഗ് ഡേറ്റ് എഴുതുക, ബൈ കമ്മീഷൻ എന്ന് എഴുതുക. 10,000, 7,000 എഴുതുക. അടുത്തത് ഷെയർ ഓഫ് ലോസ് ആണ്. 60,000, 40,000. ലോസ് ആയതുകൊണ്ട് തന്നെ കറൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് അത് എഴുതേണ്ടത്. ക്ലോസിംഗ് ഡേറ്റ് കോളത്തിൽ ക്ലോസിംഗ് ഡേറ്റ് എഴുതുക, അതായത് 2015 March 31 എഴുതുക. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് എഴുതുക. 60,000, 40,000 എന്ന് എമൗണ്ട് കോളത്തിൽ എൻ്റർ ചെയ്യുക. ഇത്രയും ഐറ്റംസാണുള്ളത്. ഇനി അത് ബാലൻസ് ചെയ്യുക. ടോട്ടൽ എമൗണ്ട് രണ്ട് സൈഡിലും എഴുതുക. കുറവുള്ള എമൗണ്ട് എവിടെയാണോ കുറവുള്ളത് അവിടെ എഴുതുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്ലോസിംഗ് ഡേറ്റ് അവിടെ എഴുതുക. ടു ബാലൻസ് ക്യാരി ഡൗൺ 20,700, യാസ്മിൻ്റെ കോളത്തിൽ 800. ഈ കറൻറ്റ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. ഇനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് നോക്കാം. നമ്മൾക്കറിയാം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ പാർട്ട്നേഴ്സിന് പ്രിപ്പയർ ചെയ്യേണ്ടതുള്ളൂ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ഹെഡിങ് എഴുതുക. കോളംസ് വരയ്ക്കുക. നേരത്തെ എഴുതിയ അതേ കോളംസ് തന്നെയാണ്. ടി ഫോർമാറ്റിൽ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുക. രണ്ട് എമൗണ്ട് കോളം ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരയ്ക്കുക. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഓരോ ഐറ്റമായിട്ട് എൻ്റർ ചെയ്യാം. ഫസ്റ്റ് ഐറ്റം ക്യാപിറ്റലാണ്. 15 lakh, 10 lakh. ക്രെഡിറ്റ് സൈഡിൽ എഴുതുക 2014 April 1 ഓപ്പണിംഗ് ഡേറ്റിൽ ബൈ ബാലൻസ് ബ്രോ ഡൗൺ. ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് 15 lakh, 10 lakh. ക്വസ്റ്റ്യനിൽ നോക്കുക. നെക്സ്റ്റ് ഐറ്റം അഡീഷണൽ ക്യാപിറ്റൽ. ഡേറ്റ് എഴുതുക 2014 October 1. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴുള്ള ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ. അതുകൊണ്ട് ബൈ ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതുക. ബ്രാക്കറ്റിൽ അഡീഷണൽ ക്യാപിറ്റൽ എന്ന് എഴുതുക. എമൗണ്ട് 3 lakh, 2 lakh. നെക്സ്റ്റ് ഐറ്റം നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ നേരത്തെ കണ്ടുവച്ചതുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡിൽ വരേണ്ട ഐറ്റമാണ്. നമ്മൾക്കറിയാം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ഒരേ ഒരു അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യേണ്ടതുള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ അഡീഷണൽ ഇൻഫർമേഷൻ എല്ലാം, അതായത് ഇയർലി വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും
ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് എഴുതുക. 2015 March 31 എന്ന് എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 82,500 55,000. അടുത്ത ഐറ്റം നോക്കുക. ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡിൽ എഴുതുക. ക്ലോസിംഗ് ഡേറ്റ് 2015 March 31 എന്ന് എഴുതുക. ഡ്രോയിങ്സ് 30,000 20,000. നെക്സ്റ്റ് ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ക്ലോസിംഗ് ഡേറ്റ് എഴുതുക. ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,800 1,200. ഇവിടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡയറക്റ്റ് പറയണമെന്നില്ല, പെർസെൻറ്റേജ് പറയുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. നെക്സ്റ്റ് ഐറ്റം സാലറി. ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ക്ലോസിംഗ് ഡേറ്റ് എഴുതുക. ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ബൈ സാലറി 20,000. യാസ്മിന് സാലറി ഇല്ല, അവിടെ ഒരു വര വേണമെങ്കിൽ വരച്ചിടാം. അടുത്തത് കമ്മീഷൻ. ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ക്ലോസിംഗ് ഡേറ്റ് എഴുതുക. എന്നിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ബൈ കമ്മീഷൻ 10,000 7,000. നെക്സ്റ്റ് ഐറ്റം ഷെയർ ഇൻ ലോസ് ആണ്. 60,000 40,000. ലോസ് ആയതുകൊണ്ട് തന്നെ അത് ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ക്ലോസിംഗ് ഡേറ്റ് എഴുതുക. 2015 March 31 എന്ന് എഴുതുക. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 60,000 40,000 എന്ന് എഴുതുക. ഇത്രയും ഐറ്റംസ് മാത്രമേ വരുന്നുള്ളൂ. ഇനി ആ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുന്നത് നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. അതേപോലെ ബാലൻസ് ചെയ്യുക. ടോട്ടൽ എമൗണ്ട് എഴുതുക. ബാലൻസ് എവിടെയാണോ കുറവുള്ളത് അവിടെ ബാലൻസ് എമൗണ്ട് ബാലൻസിങ് ഫിഗർ എഴുതുക. ഇവിടെ ബാലൻസിങ് ഫിഗർ കിട്ടുന്നത് ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതുക. ടു ബാലൻസ് ക്യാരി ഡൗൺ 18,20,700 12,08,00,000. ഇങ്ങനെയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. രണ്ട് മെത്തേഡിലും ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കുക.